ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനം വിവാദത്തിൽ പ്രതികരണവുമായി സാഹിത്യ അക്കാദമി. പാട്ടിനെക്കുറിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് അക്കാദമി സെക്രട്ടറി പറഞ്ഞു. ശ്രീകുമാരൻ തമ്പിയെ ആദരവോടെ മാത്രമേ വിളിച്ചിട്ടുള്ളൂവെന്നും CP അബൂബക്കർ പറഞ്ഞു. അതേസമയം തന്നെ നിർബന്ധിച്ചാണ് സാഹിത്യ അക്കാദമി കേരള ഗാനം എഴുതിപ്പിച്ചതെന്നും ശ്രീകുമാരൻ തമ്പി പ്രതികരിച്ചു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടവും മനോജും ചേരുന്നുണ്ട്. ആദ്യം അഖിലിലേക്കാണ്. അഖിൽ, കഴിഞ്ഞ ദിവസം തന്നെ ശ്രീകുമാരൻ തമ്പി ഈ വിഷയത്തിൽ വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. തന്നെക്കൊണ്ട് സാഹിത്യ അക്കാദമി നിർബന്ധിച്ച് ഒരു പാട്ട് എഴുതിക്കുന്നു. അതിനുശേഷം പല ഘട്ടങ്ങളിലും സാഹിത്യ അക്കാദമി സെക്രട്ടറി വിളിച്ച് തന്നോട് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നു. ഒടുവിൽ ആ പാട്ട് തിരസ്കരിക്കപ്പെടുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം? രാജീവ്, എന്തായാലും അതിരൂക്ഷമായ ഭാഷയിലാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച എഴുത്തുകാരനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്നോട് ആവശ്യപ്പെട്ടതിനു ശേഷമാണ് അദ്ദേഹം കേരള ഗാനം എഴുതാൻ അദ്ദേഹം തയ്യാറായത്. അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം ആദ്യം പറ്റില്ല എന്ന് പറയുകയും രണ്ടാമത് നിർബന്ധിച്ചതിനു ശേഷമാണ് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി അബൂബക്കർ നിർബന്ധിച്ചതിനു ശേഷം മാത്രമാണ് അദ്ദേഹം ആ ഗാനം എഴുതിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഗാനം എഴുതി സാഹിത്യ അക്കാദമിക്ക് നൽകുന്നത്. അത് സച്ചിദാനന്ദൻ അടക്കമുള്ള ആൾക്കാർ അത് പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് ആ പരിശോധന നടത്തുന്ന സമയത്തും ഒക്കെ തന്നെ അദ്ദേഹത്തിനോട് അറിയിച്ചത് അങ്ങനെയല്ലാതെ മറ്റാരാണ് ഇത്തരത്തിലൊരു ഗാനം എഴുതാൻ കേരളത്തിലുള്ളത് എന്നൊരു ചോദ്യം കൂടി സാഹിത്യ അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചു എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. തൻ്റെ ഭാഗത്ത് അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അല്പസമയം മുമ്പ് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അതിന് താൻ തെളിവ് സഹിതമാണ് പറയുന്നത്. താൻ ആദ്യം പറ്റില്ല എന്ന് പറയുമ്പോൾ രണ്ടാമത് അബൂബക്കർ മെസ്സേജ് അയക്കുന്നു, സച്ചിദാനന്ദൻ മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ആ മെസ്സേജ് അയച്ചതിൻ്റെ ഭാഗമായിട്ടാണ് താൻ ഒരു ഗാനം എഴുതി കൊടുക്കുന്നത്. പക്ഷേ ഇനി മന്ത്രി ഇടപെട്ടാലും ആരൊക്കെ ഇടപെട്ടാലും താൻ ആ ഗാനം ഇനി സാഹിത്യ അക്കാദമിക്ക് കൊടുക്കില്ല. അത് സ്വന്തം നിലയ്ക്ക് തന്നെ അത് യൂട്യൂബിലേക്ക് പ്രക്ഷേപണത്തിനായി അയക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും. അദ്ദേഹം അതിൻ്റെ ചെലവുകൾ സ്വന്തം നിലയ്ക്ക് തന്നെ വഹിച്ച് അത് പ്രേക്ഷകരിലേക്ക് എത്തും, ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെ കൊണ്ട് സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറയുന്നത് തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുക മാത്രമല്ല, തന്നെ പോലുള്ള പല എഴുത്തുകാരെയും വേട്ടയാടുകയാണ് സാഹിത്യ അക്കാദമി ചെയ്യുന്നത്. അബൂബക്കറും സച്ചിദാനന്ദനും അടങ്ങുന്ന ഒരു ലോബിയാണ്, ഒരു അച്ചുതണ്ടാണ് ഈ സാഹിത്യ അക്കാദമി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ തരത്തിലുള്ള ഒരു നീക്കങ്ങളൊക്കെ തന്നെ നടത്തുന്നത് എന്ന ഒരു ആരോപണവും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം ചേർത്തു പറഞ്ഞത് സച്ചിദാനന്ദന് തന്നോട് നേരത്തെ തന്നെ ഒരു ചെറിയ ഒരു വ്യക്തി വൈരാഗ്യമുണ്ട്. അത് തന്നെ കരുവാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മലയാള പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ഗാനങ്ങൾ ഇഷ്ടപ്പെട്ട മലയാളികൾക്ക് വലിയ സങ്കടം തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത് രാജീവെ, കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം കേരളത്തിലെ പൊതുമേഖലയിൽ ഉണ്ടാകുന്ന പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിലൊന്നും തന്നെ ഈ ചില എഴുത്തുകാരും ചില സാഹിത്യകാരന്മാരും ഒക്കെ തന്നെ പ്രതികരിക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ആ തരത്തിലുണ്ടായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ശ്രീകുമാരൻ തമ്പി സാറിനെ പോലുള്ള പ്രമുഖരായ എഴുത്തുകാരൊക്കെ തന്നെ മുഖം നോക്കാതെ അതിലൊരു പ്രതികരണം നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് കൊണ്ടാകാം തനിക്കെതിരെ ഇത്തരത്തിലൊരു വേട്ടയാടൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ തന്നെ ബോധപൂർവം ഇത്തരത്തിൽ ഇരയാക്കിയിട്ടുണ്ടാകുക എന്നതാണ് അദ്ദേഹം പറയാൻ സാധിച്ചിരുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം രാവിലെ മുതൽ അദ്ദേഹം ഓരോ മാധ്യമപ്രവർത്തകരോടും ഒക്കെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വലിയ രീതിയിൽ തന്നെ, കാരണം അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം വലിയ രീതിയിൽ തന്നെ അദ്ദേഹം തുറന്നു പറയാനും തയ്യാറാകുന്നുണ്ട് എന്നതാണ് നമുക്ക് നേരത്തെയും നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സാറേ, അങ്ങയോട് ആവശ്യപ്പെട്ട് നിർബന്ധിച്ചിട്ടാണ് അങ്ങ് ഈ പാട്ട് എഴുതുന്നത്. അങ്ങയുടെ വാക്കുകളും വരികളും ഒക്കെ തന്നെ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നീക്കം, അത് ബോധപൂർവമായി ഉണ്ടായതാണ് എന്ന് തന്നെ അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ബോധപൂർവം സച്ചാരണം ചെയ്തതാണ്. അബൂബക്കറിന് ഇതിൽ പങ്കില്ല, അബൂബക്കർ ഇതിൽ കുടുങ്ങിപ്പോയതാണ്. ഈ സാറിനോട് ആദ്യം സാറിന് മെസ്സേജ് അയക്കുന്നു. സാർ കഴിഞ്ഞ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ആദ്യം അങ്ങയോട് ആവശ്യപ്പെടുന്നുണ്ട്, അതിൽ പറ്റില്ല എന്ന് പറയുന്നു. പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയാവില്ല, വേണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രതീക്ഷ കഴിഞ്ഞാൽ ഞാനൊരു പാട്ട് എഴുതി കഴിഞ്ഞാൽ അവിടെ സച്ചാനുള്ള സ്ഥിതിക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പറയും, ചിലപ്പോൾ ആ വരി ശരിയായില്ലെന്ന് പറയും. അങ്ങനെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒഴിവാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നോട് അബൂബക്കർ താങ്കൾ അല്ലാതെ മറ്റാര്, അതെൻ്റെ മെസ്സേജ് എൻ്റെ ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ താങ്കളല്ല മറ്റാരെന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് എഴുതിക്കാൻ തീരുമാനിച്ചു ആണല്ലോ നമ്മൾ മനസ്സിലാക്കുക അല്ലേ. താങ്കളല്ല മറ്റാരെ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? താങ്കൾ എന്നെ എഴുതണമെന്നല്ലേ. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ എനിക്ക് തൃപ്തിയായില്ല എന്ന് അബൂബക്കർ എന്നെ അറിയിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു താങ്കൾ തൃപ്തിയായില്ലെങ്കിൽ തൃപ്തി വരുന്ന ഒരാളെ കൊണ്ട് എഴുതിക്കാൻ പറഞ്ഞു വീണ്ടും. അപ്പം അങ്ങനെയല്ല, എൻ്റെ സെക്കൻഡ് പാർട്ട് വളരെ നന്നായിട്ടുണ്ട്, ആദ്യ ഭാഗം ഒന്ന് മാറ്റിയാൽ മതി എന്ന് അബൂബക്കറിനോട് പറഞ്ഞു. ആദ്യ ഭാഗം ഞാൻ മാറ്റി എഴുതി അയച്ചു. ഇപ്പോൾ പറയുന്നു എൻ്റെ വരികളെല്ലാം ക്ലീശയാണെന്ന് സച്ചിദാനന്ദൻ പറയുന്നു. അതെന്തുകൊണ്ട് എൻ്റെ അടുത്ത് നേരിട്ട് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ല? തമ്പി സാർ ഇത് ക്ലീശയാണ്, എടുക്കാൻ പറ്റില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല? പറയണ്ടേ? ആ മാന്യത വേണ്ട അയാൾക്ക്. അപ്പം അത് ഇപ്പോൾ ഒരു ദിവസം ഇനി LDF ജയിക്കാൻ പാടില്ല, ഇനി LDF ജയിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതാകുമെന്ന് പറഞ്ഞു സച്ചിദാനന്ദൻ. ആ കസേര ഇളകുമെന്ന് മനസ്സിൽ, ആളുകൾ ഈർക്കുന്നു മനസ്സിൽ, പാർട്ടി ഈർക്കുന്നു മനസ്സിൽ, അടുത്ത ദിവസം മാറ്റി ഞാൻ ഫലിതം പറഞ്ഞാലേ എന്ന് പറഞ്ഞ ആളാണ് സച്ചിദാനന്ദൻ. അടുത്ത ഇലക്ഷന് LDF ജയിക്കരുതെന്ന് പറയുന്നത് ഫലിതമാണ്. അപ്പോൾ ഫലിതം എന്താണ്, കാര്യം എന്താണെന്ന് സച്ചിദാനന്ദനിൽ നമ്മൾ പഠിക്കേണ്ടി വരും. ഈ സാഹിത്യ അക്കാദമി അങ്ങേപ്പോലുള്ള എഴുത്തുകാരോട് കാണിക്കുന്ന ഒരു പൂർണ്ണമായ അവഗണനയാണ് എന്ന് തോന്നുന്നുണ്ട്. ഈ വിഷയത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ തുറന്നു പറച്ചിലുണ്ടാകുന്നു, അതിന് പിന്നാലെ അങ്ങ് തുറന്നെഴുതാൻ തയ്യാറാകുന്നു. ഈ പ്രധാനപ്പെട്ട എഴുത്തുകാരോട് അല്ലെങ്കിൽ കേരളം മാനിക്കുന്ന എഴുത്തുകാരോട് രാഷ്ട്രീയ വൈരാഗ്യത്തോട് കൂടി തന്നെ പെരുമാറുകയാണെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു രാഷ്ട്രീയമില്ല, മനസ്സിലായില്ലേ? പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഇപ്പോഴല്ല, ഈ സച്ചിദാനന്ദൻ വരുന്നതിന് മുൻപ് വൈശാഖൻ സാഹിത്യ അക്കാദമി ചെയർമാനായിരിക്കുന്ന സമയത്ത് എൻ്റെ പേരിൽ അവാർഡിന് വന്നപ്പോൾ ഒരു മെമ്പർ എഴുന്നേറ്റ് നിന്ന് അയാൾ നെറ്റിയിൽ ചന്ദനക്കുരുട്ട് കിടക്കുന്ന പാർട്ടിയാണ്, നമ്മൾ റാഷണൽ ഗവൺമെൻറ്റാണ്, അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞു. ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി, അങ്ങനെയാണ് താങ്കൾക്ക് അത് കിട്ടാതെ പോയെന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ, ഇപ്പോൾ അവസരം വന്നുകൊണ്ട് പറയുക. അല്ലാതെ എനിക്ക് സാഹിത്യ അക്കാദമിയായിട്ട് യാതൊരു അടുപ്പമില്ല. പിന്നെ സാഹിത്യ അക്കാദമി ഞാൻ വിമർശിച്ചിട്ടുണ്ട്, അവരുടെ മുറ്റത്ത് നിന്ന് പ്രസംഗത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാഹിത്യ അക്കാദമി അല്ല, അവിടെ അവിടുത്തെ സ്റ്റാഫിന് പോലും എന്നോട് ദേഷ്യം കാണും. കാരണം വെച്ചാൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. കാരണം അളിയൻ്റെ പേരിലുള്ള അവാർഡ് അളിയൻ മറ്റൊരു അളിയന് കൊടുക്കുന്നു, ഇതാണ് സാഹിത്യ അക്കാദമി. അവിടെ അളിയൻ്റെ അവാർഡ് അളിയന് കൊടുക്കുന്നു, മനസ്സിലായില്ലേ? അളിയൻ തീരുമാനിക്കുന്നു, അങ്ങനെ അളിയന്മാരുടെ കളി നടക്കുന്നു എന്നേം പറഞ്ഞിട്ടുണ്ട്. അതാണ് സാഹിത്യ അക്കാദമി നടക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങയോട് ഇങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യം കാട്ടാൻ സച്ചിദാനന്ദനാണ് ഇങ്ങനെ ഒരു വ്യക്തിവൈരാഗ്യം കാണിക്കാൻ കാരണമുണ്ട്. ഞാൻ ഹിന്ദു എൻക്ലേവ് എന്ന് പറഞ്ഞ ഒരു സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തു, അറിയാം, അത് എല്ലാ ചാനലിലും വന്നതാണ്. അപ്പോൾ അന്ന് എനിക്ക് ആർഷ സംസ്കാര പുരസ്കാരം എന്ന് കിട്ടി. ആർഷ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഉടനെ ഇവരുടെ വിചാരം ഹിന്ദുത്വമാണ്, ഇത് ഈ ശ്രീകുമാരൻ നമ്പി സംഖ്യയാണ് എന്നൊക്കെ പറയുന്ന വിഡ്ഢികളുണ്ട്. അവരുടെ മാർക്സിസ്റ്റുകാർക്കാണ് ഞാനിതൊന്നും അല്ലത്. കാരണം ഞങ്ങളുടെ കുടുംബം ഇടതുപക്ഷ കുടുംബമാണ്. ആർ ശങ്കരാനന്ദൻ തമ്പി സ്പീക്കറായിരുന്ന ആർ ശങ്കരാനന്ദൻ തമ്പി ഒളിച്ചു വരുന്ന കാലത്ത് ഒളിവിലിരുന്ന വീടാണ് ഞങ്ങളുടേത്, മനസ്സിലായില്ല? അത്രമാത്രം പാർട്ടിയായിട്ട് അടുപ്പമുള്ള, തലമുറയുടെ അടുപ്പമുള്ള ഒരു കുടുംബമാണ്. എൻ്റെ ചേട്ടൻ ഹരിപ്പാട്ട് രമേശ് ചെന്നിക്കെതിരെ അരിവാൾ ചുറ്റി കക്ഷത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി. ഈ അബൂബക്കർ സച്ചിദാനന്ദൻ ഒരു ലോബിയാണോ ഈ കേരള സാഹിത്യ അക്കാദമിയെ ഭരിക്കുന്നതും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ കാര്യത്തിൽ ഇത് സച്ചിദാനന്ദൻ മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം വെച്ചാൽ ഞാൻ സച്ചിദാനന്ദൻ അന്ന് ഞാനടക്കമുള്ള അന്ന് ആ സമ്മേളനത്തിൽ ഹിന്ദു എൻക്ലേവ് എന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത ഞാനടക്കമുള്ളവരെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ആ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പ്രഭാവർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഭാവർമ്മയും കെ ജയകുമാറുള്ള കമ്മിറ്റിയാണ് എന്നെ തിരഞ്ഞെടുത്തത്, ശ്രീ രാധാകൃഷ്ണൊക്കെയുള്ള കമ്മിറ്റി എന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവരാരും RSSകാരല്ല. ആ കമ്മിറ്റി അവർ ഒരുപക്ഷെ അവർ ഹിന്ദുസ് നോർത്ത് അമേരിക്കയ്ക്ക് ഹിന്ദു മതമായിട്ട് ബന്ധമുണ്ടായിരിക്കും, പക്ഷേ അവരുടെ ഈ അവാർഡിൽ അത് ബന്ധമില്ല. കാരണം എൻ്റെ കവിതയിൽ ആർട്സ് സംസ്കാരമുണ്ട്. അപ്പം അന്ന് പ്രഭാവർമ്മ ഒരു ജൂറി മെമ്പറായിരുന്നു. പ്രഭാവർമ്മ പറഞ്ഞത് ആർഷ സംസ്കാരം ശ്രീകുമാരൻ്റെ കവിതകളിൽ പാലിൽ പഞ്ചസാര എന്ന പോലെ കലർന്നിരിക്കുന്നു എന്നാണ്. പക്ഷെ അവസാന നിമിഷം പ്രഭാവർമ്മ മീറ്റിങ്ങിൽ വന്നില്ല. അപ്പം ഞാനും കൈതപ്രവും വി വാസുദേവൻ മാത്രമേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് എന്നെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് ഉള്ള പ്രഖ്യാപനം വരുന്നത് സച്ചിദാനന്ദൻ്റെ. അപ്പോൾ ഞാൻ അവിടെ മറുപടി പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി എന്നെ ബോയ്ക്കോട്ടെന്ന് പറഞ്ഞിരിക്കുന്നു, എഴുതി പ്രസംഗിച്ചു. അതിൻ്റെ വൈരാഗ്യം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ചാനലുകൾ ഏറ്റുപിടിച്ചു. ഞാൻ സച്ചിദാനന്ദൻ്റെ പേരേ പറഞ്ഞില്ല, അയാളുടെ പേര് പോലും പറഞ്ഞില്ല. സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ആ വൈരാഗ്യം അങ്ങനെയുണ്ട്. ആ വൈരാഗ്യത്തിന് അയാൾ എൻ്റെ പകരം വീട്ടാൻ നോക്കിയിരിക്കുന്നത്. എന്നിട്ട് ഈ കുറുക്കന്മാരങ്ങനെയാണല്ലോ, കുറുക്കൻ്റെ ജോലി അവൻ കാത്തിരുന്നാണ് പക വീട്ടുക. സിംഹം അങ്ങനല്ല, സിംഹം നേരെ അലറി വീഴും. ഞാൻ അലറി വീഴുന്നവനാണ് സിംഹം. ഞാൻ
എനിക്ക് സച്ചിദാനന്ദനെ ഒന്നും യാതൊരു ഭയവുമില്ല. സച്ചിദാനന്ദനെ എൻ്റെ മുഖത്തൊക്കെ പറയാൻ നിങ്ങളുടെ പാട്ട് ക്ലിഷയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ല. അങ്ങനെ ചങ്കൂറ്റം തന്തയ്ക്ക് പറക്കണം. ഈ ഹരിതഭംഗിയിടും കേരളത്തിൽ എന്നാണ് അങ്ങയുടെ പാട്ട് തന്നെ. ഹരിത ഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം, സഖ്യഗിരിതൻ ലാളനയിൽ വിലസും കേരളം. ഇതിലെന്തോ ക്ലിഷ്? സഖ്യഗിരി മാറ്റി പറയാൻ പറ്റുമോ? സഖ്യഗിരി എപ്പോഴും പറയും, ഇനി സഖ്യഗിരി പറയരുത്. കേരളത്തിൽ അതിന് സഖ്യഗിരി എന്ന് പറയാൻ പാടില്ല. അത് പറയുക ക്ലിഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇളനീരിൻ മധുരമൂറ് എൻ മലയാളം. ഇളനീര് ക്ലിഷയാണ് എന്ന് പറഞ്ഞാൽ എന്താ? സച്ചിദാനന്ദ കവിത എന്ന് പറയാൻ പാട്ട് എഴുതാൻ പറ്റുമോ? ജനങ്ങൾ തുപ്പും എൻ്റെ മുഖത്ത്. സച്ചിദാനന്ദൻ്റെ കവിത പോലെ ഞാൻ പാട്ട് എഴുതിയാൽ ജനങ്ങൾ എൻ്റെ മുഖത്ത് തുപ്പും. അങ്ങ് ഈ ഗാനം സ്വന്തം നിലയ്ക്ക് തന്നെ റെക്കോർഡ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കും എന്നതാണ് അങ്ങ് പറയുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ അതിവേഗം പുരോഗമിക്കാൻ തന്നെയാണോ തീരുമാനിക്കുന്നത്? ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യും. ഈ മന്ത്രി അങ്ങയുമായി സംസാരിക്കണം, നേരിട്ട് അങ്ങയുമായി സംസാരിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലൊരു നിലപാടിൽ മാറ്റം വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അല്ല, ഞാൻ പറയാം. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സാംസ്കാരിക ഉപമന്ത്രി സജി ചെറിയാൻ എൻ്റെ പാട്ടുകളുടെ ആരാധനയാണ്. അദ്ദേഹം ഞാൻ പങ്കെടുത്ത ഒരു ഗവൺമെൻറ് ഫംഗ്ഷനിൽ വെച്ച് എൻ്റെ മലയാള ഭാഷകൻ മാതക ഭംഗി മലർമന്ദഹാസം വിരിയുന്ന പാട്ട് പാടിയത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. 10,000-10,000 ആളുകൾ ഇഷ്ടപ്പെട്ടു. ഇത് അദ്ദേഹം പിന്നീട് മീറ്റിങ്ങിൽ അദ്ദേഹം എൻ്റെ വേറൊരു പാട്ട് പാടി. അത്രമാത്രം എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും വിഷമമുണ്ടായി കാണും. കാരണം അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക വകുപ്പിന് താഴെ ഇങ്ങനെ സംഭവിച്ചു അദ്ദേഹം വിഷമമുണ്ടാകും. അദ്ദേഹം അത് നാട്ടുകാരുടെ ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് എന്നോട് സംസാരിക്കുമായിരിക്കും പ്രഭാവം. പക്ഷേ അതുകൊണ്ട് എനിക്ക് സാഹിത്യ അക്കാദമിയുടെ സമീപനത്തിൽ മാറ്റം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് ഞാൻ പറഞ്ഞതാണ്. രാജീവ്, ഇപ്പോ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. അഖിൽ, അദ്ദേഹം ആ കവിത കൂടി, ആ ഗാനം കൂടി അഖിൽ കേൾക്കാമെങ്കിൽ, അപ്പോൾ ആ വാക്കുകളെ എല്ലാവരും മലയാളികൾ അഖിൽ കേൾക്കാമെങ്കിൽ തന്നെ ഏറ്റുപാടാനും മലയാളികളൊക്കെ തന്നെ തയ്യാറാകുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് ബോധപൂർവമായ ഒരു നീക്കം സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന വിമർശനം അദ്ദേഹം ഊന്നി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അതിന് മന്ത്രി വന്നാലും താൻ ആ കവിത, ആ പാട്ട്, കേരള ഗാനം അതിന് നൽകില്ല, ഇനി പുതിയ പാട്ട് എഴുതി നൽകാനും അദ്ദേഹം തയ്യാറാവില്ല. അദ്ദേഹം സൂചിപ്പിച്ച വാക്കുപോലെ അദ്ദേഹം സിംഹഗർജനം പോലെ തന്നെ ഇതിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതും നമുക്ക് ഏറെ ശ്രദ്ധേയമായി കാണേണ്ട കാര്യം തന്നെയാണ് രാജീവ്. അഖിൽ, തീർച്ചയായും കേൾക്കാമെങ്കിൽ അദ്ദേഹം സാഹിത്യ അക്കാദമിക്കായി എഴുതിയ ആ ഗാനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി തന്നെ, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ കൂടി തന്നെ കേൾക്കാൻ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും. ഒരു 2 വരി അദ്ദേഹത്തെ കൊണ്ട് തന്നെ പാടിപ്പിക്കാൻ കഴിയുമോ? ആ പാട്ടാണ് നേരത്തെ സാറ് പാടിയത്. ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് നമുക്ക് ആവശ്യപ്പെടാം. സാർ, ആ കേരള ഗാനത്തിൻ്റെ ഒരു 2 വരി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന്. ഹരിത ഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം, സഖ്യഗിരിതൻ ലാളനയിൽ വിലസും കേരളം, ഇളനീരിൻ മധുരമൂറുമെൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം. ഏതാ സ്വീകരിക്കാൻ പ്രയാസമുള്ള വാക്ക്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പാടിയ ആ പാട്ടിലുണ്ട് ഹരിത ഭംഗിയേകുന്ന മലയാളമാണ്, കേരളമാണ്, സഖ്യന് ചേർത്തുവെക്കുന്ന കേരളമാണ്, അങ്ങനെ മധുരമൂറുന്ന ഭംഗിയുള്ള കേരളമാണ് എന്നൊക്കെയാണ് ആ വാക്കുകളിൽ പറയുന്നത്. ഇതിൽ ക്ലീശ എന്താണ് എന്ന ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, ആ വിമർശനങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും മന്ത്രി അടക്കം ഇടപെടുമ്പോൾ എന്തായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് രാജീവ്. തീർച്ചയായും അഖിൽ.